മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. പഴുത്തിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് നൊടിയിടയിൽ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യവുമില്ല. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല ക്രീമിയും യാമി ടേസ്റ്റുമായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കവയൊന്ന് കണ്ടു നോക്കിയാലോ. പഴുത്തിട്ടുള്ള ഒരു നേന്ത്രപ്പഴമാണ് നമുക്ക് ആവശ്യം. തൊലിയൊക്കെ കറുത്തു പോയിട്ടുള്ള പഴം ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാകുകയില്ല. അത്യാവശ്യം പഴുത്തിട്ടുള്ള ഒരു പഴമാണ് നമുക്ക് വേണ്ടിയത്. നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നടുകയൊന്ന് പിളർന്നു കൊടുക്കണം. അതിനുശേഷം വീണ്ടും ക്രോസായിട്ട് ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് ഈ വലിപ്പത്തിലുള്ള ക്യൂബ്സുകളായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് വേണ്ടിയത്. ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്ന ഈ സ്വീറ്റ് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി അധികത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 2 നേന്ത്രപ്പഴം വരെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ചേർത്ത് കൊടുക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂട്ടി ചേർത്തെടുത്താൽ മതി. നുറുക്കിയെടുത്ത നേന്ത്രപ്പഴമെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് വേണ്ടിയത് പാലാണ്. ഫുൾ ഫാറ്റായിട്ടുള്ള 2 കപ്പ് അളവിൽ പാൽ നമുക്ക് ആവശ്യമുണ്ട്. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് മൊത്തം 2 കപ്പ് വേണം. ഇനി ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കുമ്പോൾ നല്ല ഒരു തിക്നെസ് ഒക്കെ ആവശ്യമുണ്ട്. നമ്മളിവിടെ ജെലാറ്റിനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് പകരം 2.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ കോൺഫ്ലോർ ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ലേശം പാല് ചേർത്തിട്ടാണ് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഗീ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിലോട്ട് ഒരു 10 പീസോളം കശുവണ്ടി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. കശുവണ്ടി ഒന്ന് ഇളക്കി ഈ ഒരു പരുവത്തിൽ മൂത്ത് വരാറായപ്പോഴത്തേക്കിന് ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് റൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ റിച്ച് ആയിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. കശുവണ്ടിയും റൈസൻസും ഒക്കെ മൂത്ത് വന്നപ്പോഴത്തേക്കിന് നമുക്കതൊന്ന് എടുത്തൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇതേ പാനിലോട്ടാണ് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് നേന്ത്രപ്പഴം കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമാണെങ്കിൽ കുഴഞ്ഞു പോകാതെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നെയ്യിലിട്ട് ഈ നേന്ത്രപ്പഴത്തിൻ്റെ നുറുക്കുകളെല്ലാം 2 സൈഡും നമുക്ക് ചെറുതായിട്ട് നിറമൊക്കെ ഒന്ന് മാറി വരത്തില്ലേ, ആ ഒരു പരുവത്തിൽ മൂപ്പിച്ചെടുക്കണം. അതുകൊണ്ടാണ് പഴുക്കാത്ത നേന്ത്രപ്പഴം എടുക്കണമെന്ന് പറയുന്നത്. ഒത്തിരി പഴുത്തതാണെങ്കിൽ നമുക്ക് ഇതുപോലെ വഴറ്റി എടുക്കാനായിട്ട് പറ്റത്തില്ല. അതങ്ങ് കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. ഇതാകുമ്പോൾ കുഴഞ്ഞു പോകില്ല. നേന്ത്രപ്പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഈ ഒരു രീതി നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കുകയും ചെയ്യും. കാരണം വളരെ ഹെൽത്തിയായ രീതിയിലാണിത് തയ്യാറാക്കി എടുത്തേക്കുന്നത്. പാലൊക്കെ ചേർത്തിട്ടുള്ളതായതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ്. ഒരു തവണയൊന്ന് തയ്യാറാക്കി അവർക്ക് കൊടുത്തു നോക്കും. അപ്പോൾ നല്ല രീതിയിൽ അവർ കഴിക്കുകയും ചെയ്യും. നുറുക്കിയെടുത്ത നേന്ത്രപ്പഴ കഷ്ണങ്ങൾ 2 സൈഡും ചെറിയ രീതിയിൽ ബ്രൗൺ നിറമായി കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി പഞ്ചസാരയൊന്ന് മെൽറ്റായി ആ പീസസിലോട്ടൊന്ന് പിടിച്ച് കിട്ടാത്ത രീതിയിൽ ഇളക്കി നമുക്ക് അതൊന്ന് ഉരുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അധികം പഴുക്കാത്ത പഴമായതുകൊണ്ടാണ് നമ്മളിവിടെ പഞ്ചസാര 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തേക്കുന്നത്. പഴുത്തിട്ടുള്ളതാണെങ്കിൽ ഇത്രയധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പഴമൊക്കെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഈ പഴമൊക്കെ ഇതുപോലെയുള്ളപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകരുത്. പഞ്ചസാരയും മെൽറ്റായിട്ട് നല്ല രീതിയിൽ തന്നെ പഴത്തിൻ്റെ പീസസിലോട്ടൊക്കെ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. കണ്ടോ, ഞാൻ അധികം പഴുക്കാത്ത പഴം എടുത്തത് കൊണ്ട് ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതെ നമുക്ക് ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മൂപ്പിച്ചെടുത്ത പഴവും ഒരു സൈഡിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേ പാനിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ, 2 കപ്പ് അളവിലാണ് ഫുൾ ഫാറ്റായിട്ടുള്ള പാൽ തന്നെ എടുക്കണം. അതിനകത്തോട്ട് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പാലിനെ നമുക്കൊന്ന് ചൂടായിട്ട് കിട്ടണം. പാല് ചെറുതായിട്ട് ചൂടായിട്ട് വന്നപ്പോഴത്തേക്കിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇതിന് പകരം മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ചെറിയൊരളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്താലും മതി. ചേർത്ത് കൊടുത്ത പഞ്ചസാര ആ പാലിലോട്ട് മെൽറ്റായി വരുന്നത് വരെ ഇളക്കി കൊടുത്ത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടിക്ക് പകരം നമുക്ക് വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഏത് ഫ്ലേവറാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ഒരു ഫ്ലേവറിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി അവയും കൂടെ ചേർത്തൊന്ന് മിക്സായി പാല് ചെറുതായിട്ട് തിളച്ചു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്.
പാല് തിളച്ച് വരാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കല്. കുറേശ്ശെ ചേർത്ത് കൊടുത്ത് അന്നേരം തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുകയും വേണം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാനും. ഇനിയും കൈവിടാതെ തന്നെ ഇളക്കി, ഒട്ടും തന്നെ കട്ട കെട്ടാത്ത രീതിയിൽ തന്നെ ഇളക്കി എടുക്കണം. ആ കോൺഫ്ലവറിൻ്റെ റോയായിട്ടുള്ള ടേസ്റ്റൊക്കെ മാറി നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടുന്ന പരുവത്തിൽ നമുക്ക് കുറുക്കിയെടുക്കേണ്ടതുണ്ട്. നല്ല ക്രീമി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇവിടെ നമ്മൾ ചൈന ഗ്രാസോ അതുപോലെ തന്നെ ജെലാറ്റിനോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കോൺഫ്ലവർ മാത്രം ചേർത്ത് കൊടുത്താൽ തന്നെ നമുക്ക് ക്രീമി ആയിട്ട് ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഒരു ഫ്ലെയിമിലോട്ട് തീ ആക്കി കൊടുത്തിട്ടുണ്ട്. ആ കോൺഫ്ലവറിൻ്റെ റോയായിട്ടുള്ള ടേസ്റ്റ് മാറിയാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്ക് ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. പാല് നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴത്തിൻ്റെ നുറുക്കിൻ്റെ ഒരു 1/4 പോർഷനോളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ കൂട്ട് നമുക്ക് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് നെയ്യ് തടവിയിട്ടുള്ള ഒരു പാത്രത്തിലോട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടാറി കഴിയുമ്പോഴത്തേക്കിന് കോൺഫ്ലവറൊക്കെ ചേർത്ത് കൊടുത്തത് കൊണ്ട് നല്ല രീതിയിൽ സെറ്റായിട്ട് വരും. അപ്പോൾ നമ്മളൊരു പാത്രത്തിലോട്ട് അത് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ മാറ്റണം, ചൂടോടുകൂടി തന്നെ. നമ്മൾ ആ പഴം മൂപ്പിച്ചതിൻ്റെ 1/4 പോർഷൻ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ കുറച്ച് കഷ്ണങ്ങളൂടെ ഉണ്ടല്ലോ, അത് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂട്ടിൻ്റെ പുറത്തോട്ട് നമുക്കിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് നുറുക്കുകൾ മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ, വെച്ച് കൊടുക്കുകയാണ്. ഒരു മധുരമൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ പഴമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടിയും റേസൻസും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാണാനും കഴിക്കാനും ഒരുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് റെസിപ്പിയാണ്. നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. ഈ കൂട്ടിൻ്റെ ചൂടൊന്നാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് ആ ഒരു രീതിയിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല, പുറത്ത് തന്നെ വെച്ചിട്ട് അപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തണുത്ത് കിട്ടും. എന്നിട്ട് നമ്മളൊന്ന് കഴിച്ച് നോക്കിക്കുകയും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിവിടെ ചേർത്ത് കൊടുത്ത പഞ്ചസാരയിൽ വലിയൊരു മധുരം കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മധുരം ആവശ്യമാണെങ്കിൽ നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് മധുരത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ. നമ്മളിങ്ങനെ കോരി കഴിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് ആ പഴം നുറുക്കിയതോടൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല മധുരവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഇനേബിൾ ആക്കിയാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണുകളിൽ എത്തുകയുള്ളൂ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.